പണ്ട് 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 ഒരു രാജ്യത്തെ ഒരു ദുഷ്ടനായ മന്ത്രവാദി ഉണ്ടായിരുന്നു. ഈ മന്ത്രവാദി ഒരിക്കൽ കുറേ മന്ത്രവിദ്യകളൊക്കെ പ്രയോഗിച്ച് ഒരു വലിയ കണ്ണാടി ഉണ്ടാക്കി. ഈ കണ്ണാടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കണ്ണാടിയിലേക്ക് എത്ര സുന്ദരനാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അയാളെ വിരൂപനായിട്ടേ കാണാൻ പറ്റൂ. ഭൂമിയിൽ എത്ര ഭംഗിയുള്ള വസ്തുക്കളും ആ കണ്ണാടിയിലൂടെ നോക്കിയാൽ വിരൂപമായിട്ട് തോന്നും. നമ്മൾ നല്ല ഭംഗിയുള്ള റോസാപ്പൂവ് ആ കണ്ണാടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നുക അത് പുഴുവൊക്കെ തിന്ന് കരിഞ്ഞ് വാടിപ്പോയൊരു റോസാപ്പൂവാണ് എന്നാണ്. അങ്ങനത്തെ ഒരു കണ്ണാടി. മന്ത്രവാദിക്ക് കണ്ണാടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് 4 ആളെ കാണിക്കാഞ്ഞിട്ട് വയ്യ. അയാൾ ഈ കണ്ണാടി എടുത്ത് തോളിൽ വെച്ച് ആകാശത്തേക്ക് പറന്ന് പട്ടണത്തിലേക്ക് പോയി. പട്ടണത്തിലെ എല്ലാവരും കൂടുന്ന ഒരു സ്ഥലത്ത് ഈ കണ്ണാടി കൊണ്ട് സ്ഥാപിച്ചിട്ട് എല്ലാവരെയും ഒന്ന് വിഷമിപ്പിക്കണം, ഞെട്ടിക്കണം എന്നൊക്കെയാണ് മന്ത്രവാദി വിചാരിച്ചത്. പക്ഷെ കണ്ണാടിക്ക് നല്ല ഭാരമായിരുന്നു. ഈ കണ്ണാടി കൊണ്ട് അങ്ങനെ പറന്നു പോയപ്പോൾ ഭാരം സഹിക്കാൻ വയ്യാതെ കയ്യിൽ നിന്ന് കണ്ണാടി താഴേക്ക് വീണുപോയി. ഭൂമിയിലേക്ക് വീണ് പൊട്ടിച്ചിതറി 100 കഷ്ണങ്ങളായിട്ട് പോയി. മന്ത്രവാദിക്ക് ആദ്യം അങ്ങ് സങ്കടം വന്നെങ്കിലും പിന്നെ അയാൾ ഒരു ശാപം കൊടുത്തു. ഈ കണ്ണാടിയുടെ കഷ്ണങ്ങൾ ആരുടെയൊക്കെ കണ്ണിൽ പറ്റുന്നോ അവരെല്ലാവരും കാണുന്നത് മോശം കാര്യങ്ങളായിരിക്കും. ഇങ്ങനെ ശപിച്ചിട്ട് ഈ മന്ത്രവാദി അങ്ങ് പോയി കളഞ്ഞു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. നാട്ടിൽ ഒരു ചെറിയ വീട്ടിൽ 2 ചെറിയ കുട്ടികൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിൽ ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഇവർ വലിയ കൂട്ടുകാരായിരുന്നു. ആൺകുട്ടിയുടെ പേര് കായി എന്നും പെൺകുട്ടിയുടെ പേര് ഗേഡ എന്നുമായിരുന്നു. ഈ കായും ഗേഡയും വലിയ കൂട്ടുകാരാണ്. അവർ രണ്ടുപേരുടെയും വീട് തൊട്ടടുത്തടുത്താണ് നിൽക്കുന്നത്. കായുടെയും ഗേഡയുടെയും വീട്ടിൽ നിന്ന് മഴവെള്ളം ഒലിച്ച് ഒരേ ചാലിലേക്കാണ് വീഴുന്നത്. ആ ചാലിലൂടെ ആ വെള്ളം ഒഴുകി കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ചെന്ന് വീഴും. അവിടെ കായും ഗേഡയും ചേർന്നിട്ട് ഒരു വലിയ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കി. പച്ചക്കറിത്തോട്ടത്തിൻ്റെ അതിരിൽ അവർ കുറേ പൂച്ചെടികളും വെച്ച് പിടിപ്പിച്ചു. രണ്ടുപേരും ഒരുമിച്ചാണ് കൃഷിപ്പണികൾ ചെയ്യുന്നത്. വൈകുന്നേരത്ത് രണ്ടുപേരും കളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ പച്ചക്കറിത്തോട്ടത്തിൽ പോയി വെള്ളം ഒഴിക്കും. രണ്ടുപേരും നന്നായിട്ട് പച്ചക്കറി നോക്കി. അങ്ങനെ ഒരു ദിവസം ഇവർ തോട്ടത്തിൽ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാല് തെറ്റി കായ് നിലത്ത് വീണു. നിലത്ത് വീണ അവൻ്റെ കണ്ണിൽ മണ്ണിനൊപ്പം ആ പഴയ കണ്ണാടിയുടെ ഒരു തരി കൂടി പറ്റിപ്പിടിച്ചു. അതോടെ അവൻ കാണുന്നതെല്ലാം മോശം കാര്യങ്ങളായി. ഗേഡ ആ സമയത്ത് ഒരു റോസ ചെടിക്ക് വെള്ളം ഒഴിക്കുകയായിരുന്നു. അപ്പോൾ കായ് അവളെ വഴക്ക് പറഞ്ഞു. എന്ത് വൃത്തികെട്ട പണിയാണ് നീ ചെയ്യുന്നത്? നീയേ ഒരു വൃത്തികെട്ട പെണ്ണ്, കൂടെ ആ ചെടിയും വൃത്തികെട്ടത്. ഞാൻ ഈ പണിയൊന്നും ചെയ്യാൻ നിൻ്റെ കൂടെ നിൽക്കുന്നതേ ഇല്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോവാം. ഗേഡ അത്ഭുതപ്പെട്ടുപോയി. പെട്ടെന്ന് എന്ത് പറ്റി കായ്ക്ക്? കായ് ഗേഡയോട് പിണങ്ങി വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നാലും അവൻ എല്ലാ കാര്യങ്ങൾക്കും വഴക്കിടാൻ തുടങ്ങി. അവൻ്റെ അച്ഛനും അമ്മയ്ക്കും വലിയ വിഷമമായി. എന്ത് പറ്റി കായ്ക്ക്? അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കായ് വിചാരിച്ചു, വീട്ടിലിരുന്നിട്ട് ഒരു രസവുമില്ല, പുറത്ത് പോയി ഗ്രാമത്തിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം. അങ്ങനെ അവൻ ഗ്രാമത്തിൽ ചുറ്റിക്കറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്നൊരു കുതിരവണ്ടി വരുന്നത് കണ്ടു. നല്ല വേഗതയുള്ള ഒരു കുതിരവണ്ടി. അത് മഞ്ഞുകാലത്തിൻ്റെ തുടക്കമായിരുന്നു. വഴിയിലൊക്കെ മഞ്ഞുണ്ട്. അപ്പോൾ കായ് വിചാരിച്ചു, ആ കുതിരവണ്ടിക്ക് നല്ല വേഗതയുണ്ട്. ഒരു കയറ് കൊണ്ട് ആ കുതിരവണ്ടിയുടെ പിന്നിൽ ഒരു കെട്ടിട്ടാൽ അതിന് പിന്നാലെ തെന്നി എനിക്ക് കുറേ ദൂരം പോകാം. നല്ല രസമായിരിക്കും. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് അവന് 2 കയർ കഷ്ണങ്ങൾ സംഘടിപ്പിച്ച് ആ കുതിരവണ്ടി വരുന്ന വഴിയിൽ മറഞ്ഞു നിന്നു. അവൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ആ കുതിരവണ്ടി വേഗത കുറച്ച് വളരെ പതുക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ അവന് സൗകര്യമായി. അവൻ പിന്നാലെ ഓടിച്ചെന്ന് ആ കുതിരവണ്ടിയുടെ പിന്നിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കയറ് കൊണ്ട് കെട്ടുണ്ടാക്കി. എന്നിട്ട് അതിൽ പിടിച്ച് തൂങ്ങി നിന്നു. കയ്യിൽ കെട്ടിയ ഒരു തടിക്കഷ്ണം എടുത്ത് മഞ്ഞിൽ വെച്ചിട്ട് അതിന് മേലെ കാലുകൾ ഉറപ്പിച്ചു. തെന്നി പിന്നാലെ പോകാമെന്നാണ് അവൻ്റെ വിചാരം. പെട്ടെന്ന് കുതിരവണ്ടിയുടെ വേഗത കൂടി. അവൻ കുതിരവണ്ടിക്കൊപ്പം തെന്നി അങ്ങനെ പോകാൻ തുടങ്ങി. ഗ്രാമവും വിട്ട് കാട്ടിലേക്ക് കയറിയ കുതിരവണ്ടി വേഗതയിൽ പാഞ്ഞു തുടങ്ങി. കായ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുതിരവണ്ടി വളരെ വേഗം ഓടി മലമുകളിലേക്ക് കയറാൻ തുടങ്ങി. പിന്നെ അത് പറക്കാൻ തുടങ്ങി. കായ് കുതിരവണ്ടിയിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു. എത്ര നേരം പറന്നുവെന്ന് കായ്ക്ക് ഒരു രൂപവുമില്ല. അവസാനം അവനൊരു വലിയ മഞ്ഞ് മലയുടെ മുകളിൽ എത്തിപ്പെട്ടു. കുതിരവണ്ടിയിൽ നിന്ന് മഞ്ഞുടുപ്പ് ധരിച്ച ഒരു സ്ത്രീ പുറത്തിറങ്ങി. അത് മഞ്ഞിൻ്റെ രാജ്ഞിയായിരുന്നു. മഞ്ഞിൻ്റെ രാജ്ഞി കണ്ണിൽ മന്ത്രവാദിയുടെ കണ്ണാടിയുടെ തരി പറ്റിപ്പിടിച്ച ഒരു കുട്ടിയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു.
അങ്ങനെയുള്ള കുട്ടികളെ അടിമകളാക്കി ജോലി ചെയ്യിക്കുകയാണ് ഈ രാജ്ഞിയുടെ പണി. അപ്പോഴാണ് കായിയെ കിട്ടിയത്. കായാണെങ്കിൽ തണുപ്പ് കൊണ്ട് വിറയ്ക്കുകയാണ്. ചുറ്റുപാടും മഞ്ഞല്ലാതെ മറ്റൊന്നുമില്ല. രാജ്ഞി അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഒന്ന് ഉമ്മ വെക്കാം, അതോടെ നീ പിന്നെ തണുപ്പ് അറിയുകയില്ല. രാജ്ഞി അവൻ്റെ ഇടത്തെ കവിളിലൊന്ന് ഉമ്മ വെച്ചു. അതോടെ കായ്ക്ക് തണുപ്പ് മാറി. തണുപ്പൊന്നുമില്ല. രാജ്ഞി അവൻ്റെ വലത്തെ കവിളിലൊന്ന് ഉമ്മ വെച്ചു. അതോടെ കായ് തൻ്റെ വീടും നാടും കൂട്ടുകാരെയും അച്ഛനമ്മമാരെയും എല്ലാം മറന്നു. കായ് രാജ്ഞിയുടെ അടിമയായിട്ട് മാറി. രാജ്ഞി പറഞ്ഞു, ഇനി ഞാൻ നിൻ്റെ നെറ്റിയിൽ കൂടി ഒരു ഉമ്മ വെച്ചാൽ നീ മരിച്ചു പോകും. അത് ഞാനിപ്പോൾ തരുന്നില്ല. തൽക്കാലം നീ ഞാൻ പറയുന്ന ജോലിയൊക്കെ ചെയ്ത് ഇവിടെ കഴിഞ്ഞു. രാജ്ഞി വീണ്ടും ആ തേരിൽ കയറി ഓടിച്ചു പോയി. പിന്നീട് കായയെപ്പറ്റി ആരും കേട്ടില്ല. കായയുടെ വീട്ടിൽ വലിയ വിഷമമായി. മകൻ നാട് ചുറ്റാൻ പോയതാണ്, കാണാനില്ല. അന്വേഷിക്കാൻ ഇനി ഇടമൊന്നുമില്ല. കായയുടെ അച്ഛനമ്മമാർക്ക് വലിയ വിഷമമായി. അതുപോലെ തന്നെ വിഷമമായി ഗാഡയ്ക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു, കാണാനില്ല. ഗാഡയാണെങ്കിൽ കായ് അന്വേഷിച്ച് നടക്കാനിടമില്ല. എല്ലാവരും പറഞ്ഞു കായ് നദിയിൽ വീണു പോയി കാണും, കാട്ടിൽ വഴിതെറ്റി കാണും, ആരെങ്കിലും പിശക്കാരി പിടിച്ചുകൊണ്ട് പോയി കാണും എന്നൊക്കെ. ഗാഡ നദിയുടെ കരയിൽ പോയിരുന്ന് കരഞ്ഞു. കാട്ടിൽ അവളെ കൊണ്ട് പോകാവുന്നിടത്തൊക്കെ പോയി അന്വേഷിച്ചു. കായയെ കണ്ടില്ല. എങ്ങനെയെങ്കിലും കായയെ കണ്ടുപിടിച്ചേ പറ്റൂ എന്നായി ഗാഡയുടെ ചിന്ത. ഗാഡ നാട് മുഴുവൻ കായയെ അന്വേഷിച്ച് നടന്നു തുടങ്ങി. അങ്ങനെയിരിക്കെ അവരുടെ ഗ്രാമത്തിൽ ഒരു കൊള്ളക്കാരുടെ കൂട്ടം എത്തിപ്പെട്ടു. കുറേ കൊള്ളക്കാരുണ്ടായിരുന്നു. ഈ കൊള്ളക്കാരുടെ കൂട്ടം ഒറ്റയ്ക്ക് നടക്കുന്ന ഗാഡയെ കണ്ടു. അവളെ കണ്ടപ്പോൾ അവർ വിചാരിച്ചു, കൊള്ളാവുന്ന ഒരു പെങ്കൊച്ച്, ഇവളെ കൊണ്ടുപോയാൽ ചെറിയ ചെറിയ വീടുകളിലൊക്കെ മോഷ്ടിക്കാൻ കയറ്റാം. അവരവളെ തട്ടിക്കൊണ്ടുപോയി. ഗാഡ ഉറക്ക കരഞ്ഞ് നിലവിളിച്ചെങ്കിലും ആർക്കും അവളെ രക്ഷിക്കാൻ പറ്റിയില്ല. കൊള്ളക്കാർ അവളെ അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോയി. ഈ കൊള്ളക്കാരുടെ കൂട്ടത്തിൽ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. കൊള്ളത്തലവൻ്റെ മകളാണ്. അവളോട് കൊള്ളത്തലവൻ ഗാഡയെ കൊണ്ടുപോയി കുതിരലായത്തിൽ പൂട്ടിയിടാൻ പറഞ്ഞു. ഈ പെൺകുട്ടി ഗാഡയെ പിടിച്ച് വലിച്ച് കുതിരലായത്തിലേക്ക് കൊണ്ടുപോയി. ആ കുതിരലായത്തിൽ ഒരു ചെറിയ വെള്ള കുതിരയുണ്ടായിരുന്നു. ആ കുതിരയെ കെട്ടിയിരിക്കുന്ന സ്ഥലത്താണ് ഗാഡയെ കൊണ്ടുപോയി ഇട്ടത്. അവളെ അതിനുള്ളിലേക്ക് തള്ളിയിട്ട് ആ പെൺകുട്ടി പുറത്തു നിന്ന് വാതിലടച്ചു. ഗാഡയാണെങ്കിൽ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. കരച്ചിലിനിടയ്ക്ക് അവൾ പറഞ്ഞു, പാവം കായ്, അവനെ അന്വേഷിച്ച് നടന്ന് എൻ്റെ ഗതി ഇങ്ങനായി. എപ്പോഴാണ് എനിക്ക് ഇവിടുന്ന് പുറത്ത് പോകാൻ പറ്റുന്നത്? എന്നാലല്ലേ എനിക്ക് കായെ അന്വേഷിച്ച് നടക്കാൻ പറ്റൂ. ഞാനിവിടെ പെട്ടുപോയാൽ ആര് കായെ അന്വേഷിച്ച് നടക്കും? ഇത് കേട്ടുകൊണ്ട് മുകളിലിരുന്ന പ്രാവുകൾ പറഞ്ഞു, ഈ പെൺകുട്ടി, ഈ കായ് എന്ന് പറയുന്ന ചെറുക്കനെ ഞങ്ങൾക്കറിയാം. ഗാഡ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പ്രാവുകൾ പറഞ്ഞു, അവന് നീ കൂടെ കൂട്ടുകൂടി ഇവിടെയൊക്കെ നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ. അവനുണ്ടല്ലോ, അവന് മഞ്ഞിൻ്റെ രാജ്ഞിയുടെ കുതിരവണ്ടിയുടെ പിന്നാലെ പിടിച്ച് തൂങ്ങി തെന്നി തെന്നി മഞ്ഞിലൂടെ പോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. ഗാഡ പറഞ്ഞു, അയ്യോ, അവൻ അങ്ങനെ പോയോ? അപ്പോൾ മഞ്ഞിൻ്റെ രാജ്ഞി അന്വേഷിക്കണമല്ലോ. മഞ്ഞിൻ്റെ രാജ്ഞി അന്വേഷിക്കണമെങ്കിൽ ഞാനിവിടെ പെട്ടുപോയാൽ എന്ത് ചെയ്യും? അപ്പോൾ ആ കുതിര പറഞ്ഞു, മഞ്ഞിൻ്റെ രാജ്ഞി ഏത് ദിക്കിലാണ് ഉള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ അന്വേഷിച്ച് വടക്കോട്ടാണ് പോകേണ്ടത്. പക്ഷേ എത്ര ദൂരം പോകണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നീ എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ, അതിൻ്റെ കൂടെ നീയും കൂടെ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടി കൈ അന്വേഷിച്ച് പോകാമായിരുന്നു. എനിക്ക് ഇവിടെ ജീവിച്ച് മടുത്തു. ഇതും കേട്ടുകൊണ്ട് കൊള്ളത്തലവൻ്റെ മകള് ആ ലായത്തിന് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഇന്നേ വരെ കൂട്ടുകാരാരുമില്ല. ഇതാ ഒരു പെൺകുട്ടി തൻ്റെ കൂട്ടുകാരനെ അന്വേഷിച്ച് ഇത്ര ദൂരം വന്നിരിക്കുന്നു. ഇപ്പോഴും കൂട്ടുകാരനെ അന്വേഷിക്കുന്നതിനെ പറ്റിയാണ് അവളുടെ ചിന്ത. കൊള്ളത്തലവൻ്റെ മകൾ ആ ലായം തുറന്നു കൊടുത്തു. എന്നിട്ട് ഗാഡയോട് പറഞ്ഞു, നീ വേഗം രക്ഷപ്പെട്ടോ, നീ ഇവിടുന്ന് ഓടിപ്പോയി എന്ന് ഞാൻ എൻ്റെ അച്ഛനോട് കള്ളം പറഞ്ഞോളാം. മഞ്ഞിലൂടെ ഓടി രക്ഷപ്പെടാൻ ഞാൻ നിനക്ക് 2 തുകൽ ചെരുപ്പുകളും തരാം. ഈ വെള്ള കുതിരയെ കൂടെ നീ എടുത്തോ. നീ എങ്ങനെയെങ്കിലും പോയി നിൻ്റെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്ത. ഗാഡയ്ക്ക് സന്തോഷമായി. ഗാഡ ആ വെളുത്ത കുതിരപ്പുറത്ത് കയറി അവിടെ നിന്ന് ഓടിച്ച് ദൂരേക്ക് പോയി രക്ഷപ്പെട്ടു. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്തു. രാത്രിയായി. രാത്രി തങ്ങാമെന്ന് കരുതി അവൾ ഒരു ഗ്രാമത്തിൽ ചെന്നു. അവിടെ ഒരു ചെറിയ വീടിൻ്റെ വാതിലിൽ മുട്ടി. ആ വാതിൽ തുറന്നത് ഒരു വൃദ്ധയായ സ്ത്രീയായിരുന്നു. ആ സ്ത്രീയോട് താനും തൻ്റെ കുതിരയും കൂടി തൻ്റെ കൂട്ടുകാരനായ കായി അന്വേഷിച്ച് പോവുകയാണ് എന്ന് ഗാഡ പറഞ്ഞു. കായി മഞ്ഞിൻ്റെ രാജ്ഞിക്കൊപ്പം വടക്കോട്ട് പോയിട്ടുണ്ട്. എവിടെ വരെ പോയി എന്ന് അറിഞ്ഞുകൂടാ. അവനെ അന്വേഷിച്ച് പോവുകയാണ്. അമ്മൂമ്മ അവരെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം മഞ്ഞിൻ്റെ രാജ്യം എവിടെയാണെന്ന്. പക്ഷേ നിനക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടി വരും അവിടെ വരെ എത്താൻ. നീ ഒരു മിടുക്കിയാണ്. നിൻ്റെ കൂട്ടുകാരനെ അന്വേഷിച്ച് നീ ഇത്ര ദൂരം വന്നല്ലോ. അതുകൊണ്ട് നിനക്ക് ആ ദൂരം താണ്ടാനാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് കേട്ടപ്പോൾ ഗാഡയ്ക്ക് സന്തോഷമായി. അമ്മൂമ്മ അന്ന് അവളെ അവിടെ തങ്ങാൻ അനുവദിച്ചു.
പിറ്റേന്ന് അവൾ പോകാനിറങ്ങുമ്പോൾ അമ്മൂമ്മ പറഞ്ഞു, ഞാൻ പണ്ട് കാലത്ത് ഈ മഞ്ഞിൻ്റെ രാജ്യത്ത് പോയിട്ടുണ്ട്. നീ സ്ഥിരോത്സാഹത്തോടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിനക്കും അവിടെ എത്താൻ പറ്റും. മഞ്ഞിൻ്റെ രാജ്യത്തിന് നടുക്കാണ് രാജ്ഞിയുടെ കൊട്ടാരം. ആ കൊട്ടാരം നിനക്ക് വേഗം തിരിച്ചറിയാൻ പറ്റും. കാരണം അതിന് ജനാലകളിൽ നിന്ന് നീല നിറമുള്ള വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നീ നേരെ ആ കൊട്ടാരത്തിലേക്ക് പോകരുത്. അവിടെ ചെന്നാൽ രാജ്ഞി നിനക്ക് നിൻ്റെ കൂട്ടുകാരനെ കാണിച്ചു തരികയൊന്നുമില്ല. നിൻ്റെ കൂട്ടുകാരൻ മിക്കവാറും രാജ്ഞിയുടെ അടിമയായിരിക്കും. അതുകൊണ്ട് നീ ആ രാജ്യത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളെ പോയി കണ്ടാൽ മതി. എൻ്റെ കൂട്ടുകാരിയുടെ വീട് നിനക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അവളുടെ വീടിൻ്റെ ജനാലയിൽ നിന്നും ചുവന്ന നിറമുള്ള വെളിച്ചമായിരിക്കും വരുന്നത്. ഗാഡ സമ്മതിച്ചു. അങ്ങനെ ഗാഡ പിറ്റേന്ന് രാവിലെ പോകാനിറങ്ങി. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ നിനക്ക് ഒരു സന്ദേശം തന്നുവിടാം. ആ സന്ദേശം അവളുടെ കയ്യിൽ കൊടുക്കണം. അമ്മൂമ്മ വലിയൊരു ഉണക്ക മീൻ എടുത്തിട്ട് അതിലെന്തോ എഴുതി ഗാഡയുടെ കയ്യിൽ കൊടുത്തു. ഗാഡ ആ മീനും പൊതിഞ്ഞ് തൻ്റെ കീശയിലാക്കി കുതിരപ്പുറത്ത് കയറി വീണ്ടും വടക്കോട്ട് യാത്ര തിരിച്ചു. പിന്നെയും കുറേ ദിവസങ്ങൾ യാത്ര ചെയ്ത് ഗാഡ അവസാനം മഞ്ഞ് നിറഞ്ഞ മഞ്ഞിൻ്റെ രാജ്യത്തെത്തി. എവിടെ നോക്കിയാലും മഞ്ഞ് കൊട്ടാരങ്ങൾ. അവിടെ എത്തിയതും അവൾ ജനാലയിൽ നിന്നും നീല നിറമുള്ള വെളിച്ചം പ്രസരിക്കുന്ന കൊട്ടാരം കണ്ടു. അവൾ അങ്ങോട്ട് പോയില്ല. ചുവന്ന നിറം വരുന്ന ചെറിയ വീട് നോക്കി അവൾ ആ നാട് മുഴുവൻ നടന്നു. അങ്ങനെ അത് കണ്ടുപിടിച്ചു. അതിൻ്റെ വാതിലിൽ മുട്ടി. പഞ്ഞി പോലെ മുടി നരച്ച ഒരമ്മൂമ്മ വന്ന് വാതിൽ തുറന്നു. ഗാഡ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സന്ദേശം ആ അമ്മൂമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, അകത്തേക്ക് വരൂ. എനിക്ക് നിന്നെ കണ്ടതിൽ വലിയ സന്തോഷമായി. നിൻ്റെ കൂട്ടുകാരനെ കണ്ടുപിടിക്കാൻ എനിക്ക് സഹായിക്കാനൊന്നും പറ്റില്ല, ഞാൻ പ്രായമായി പോയി. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. നിൻ്റെ കൂട്ടുകാരനെ മഞ്ഞിൻ്റെ രാജ്ഞി അടിമയാക്കി വെച്ചിരിക്കുകയായിരിക്കും മിക്കവാറും. അവൾ ഇരു കവിളുകളിൽ ഉമ്മ വെച്ചാൽ പിന്നെ ആ ഉമ്മ വെക്കപ്പെടുന്ന കുട്ടികൾ മഞ്ഞായി പോകും. അവരുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകും. അവൾ അവരെ ഒരു തവണയും കൂടി ഉമ്മ വെക്കുകയാണെങ്കിൽ ആ കുട്ടികൾ മരിച്ചും പോകും. അങ്ങനെ മരിക്കാതിരിക്കണമെങ്കിൽ, അങ്ങനെ ഉമ്മ വെക്കാതിരിക്കണമെങ്കിൽ അവൾ പറയുന്നതെല്ലാം ആ കുട്ടികൾ ചെയ്യണം. അവരെ അവിടെ നിന്ന് എങ്ങനെ നിനക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നീ ഒരു മിടുക്കിയായ പെൺകുട്ടിയാണ്. ഇത്ര ദൂരം വരാമെങ്കിൽ നിനക്കതും പറ്റും. അന്ന് ഗാഡ അമ്മൂമ്മയുടെ വീട്ടിൽ തങ്ങി. പിറ്റേന്ന് രാവിലെ അവൾ തൻ്റെ കൂട്ടുകാരനെ അന്വേഷിച്ച് മഞ്ഞിൻ്റെ രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് പോയി. രാജ്ഞിയുടെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് വലിയൊരു തടാകമുണ്ടായിരുന്നു, മഞ്ഞുറഞ്ഞൊരു തടാകം. ആ തടാകത്തിന് ചുറ്റും കുറേ കുട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ കായിയെ അവൾ കണ്ടുപിടിച്ചു. കായി മഞ്ഞ് പോലെ നീല നിറമുള്ള ഒരു കുട്ടിയായി മാറിക്കഴിഞ്ഞിരുന്നു. ആ തടാകത്തിൻ്റെ കരയിൽ ചെറിയ മഞ്ഞ് പാളികളുണ്ടായിരുന്നു. അവയെടുത്ത് അവ കൊണ്ട് അക്ഷരങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു കായി അവൾ ചെന്നപ്പോൾ. രാജ്ഞി അവരോട് പറഞ്ഞിരുന്നത് ലോകത്തുള്ള എല്ലാ അക്ഷരങ്ങളും എല്ലാ അക്കങ്ങളും ആ തടാകത്തിൻ്റെ കരയിൽ ഉണ്ടാക്കി വെക്കണമെന്നാണ്. ഗാഡ അടുത്ത് കായ് 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 എന്ന് ഒരുപാട് തവണ വിളിച്ചു. അവൻ കേട്ടതേയില്ല. ഗാഡ അവനെ കുലുക്കി വിളിച്ചു. എന്നിട്ടും അവൻ കേട്ടില്ല. പാവം ഗാഡ നിരാശയോടെ അവനെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. ഗാഡയുടെ ചൂട് കണ്ണുനീര് കായയുടെ ദേഹത്ത് വീണു. അവൻ്റെ ശിരസിലൂടെ മുഖത്തേക്ക് ഒഴുകിയിറങ്ങി. പെട്ടെന്ന് കായയുടെ ദേഹത്തെ മഞ്ഞുപാളികൾ ഉരുകാൻ തുടങ്ങി. മഞ്ഞുപാളികൾ ഉരുകി വെള്ളമായി താഴോട്ടൊഴുകി. അങ്ങനെ മുഖത്തുകൂടി ഒഴുകിയ വെള്ളത്തിൽ കായയുടെ കണ്ണിലെ ആ കണ്ണാടിച്ചില്ല് ഒഴുകി താഴേക്ക് പോയി. കായയ്ക്ക് പെട്ടെന്ന് എല്ലാം ഓർമ്മ വന്നു. തൻ്റെ വീടും നാടും കൂട്ടുകാരും തൻ്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരും ഗാഡയും എല്ലാം അവനപ്പോൾ ഓർത്തു. അവന് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായി. അത്രയ്ക്ക് തണുപ്പായിരുന്നു അവിടെ. വീശിയടിക്കുന്ന കാറ്റുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ എല്ലാം കണ്ണ് കഴുകി അവയിൽ നിന്ന് ആ കണ്ണാടി ചില്ലുകൾ കളഞ്ഞു. അവരെല്ലാവരെയും കൂടെ കൂട്ടി ആ മഞ്ഞ് രാജ്യത്ത് നിന്ന് ആ കുട്ടികൾ ഓടി രക്ഷപ്പെട്ടു. കായമായിട്ട് ഗാഡ തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു ചെന്നു. എല്ലാവർക്കും വലിയ സന്തോഷമായി. അവർ വീണ്ടും പഴയതുപോലെ കൂട്ടുകൂടി അടുക്കളത്തോട്ടമുണ്ടാക്കി കളിച്ച് ചിരിച്ചു വളർന്നു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.